ശേഷം ഞാൻ നേരത്തെ സംസാരിച്ച പോലെ ഈ രാജ്യത്തെ അവിശുദ്ധ കൂട്ടുകെട്ട് കോർപ്പറേറ്റുകളും ഭരണകൂടവും ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും ചേർന്നുള്ള അവിശുദ്ധ കൂട്ടുകെട്ട്, ആ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ വളരെ കൃത്യമായ ഒരു പ്രയോഗമാണ് ഷാഫി മസ്ജിദുമായി ബന്ധപ്പെട്ട് 5 മണിക്ക് ജോലി അവസാനിപ്പിച്ചു പോകുന്ന ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം ജനവിഭാഗം തങ്ങളുടെ പുണ്യം സംഘപരിവാറും കൽപ്പിക്കുമ്പോ നിയമവാഴ്ചയുള്ള ഈ രാജ്യത്ത് ജീവിക്കുന്ന പൗരന്മാർ സ്വാഭാവികമായി ആ വിഷയത്തിൽ ഉന്നയിച്ചപ്പോ ക്രൂരമായി ആ മസ്ജിദിന്റെ ഉള്ളിൽ നിന്ന് പിടിച്ചിറക്കിക്കൊണ്ട് പോലീസ് ബലപ്രയോഗത്തിലൂടെ പിടിച്ചിറക്കിക്കൊണ്ട് 6-ലധികം മുസ്ലിം സഹോദരന്മാരെ ബാബരി മസ്ജിദിന്റെ ആവർത്തനമായി ഇപ്പോൾ 2024 അവസാനത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഭരിച്ചുകൊണ്ടിരിക്കുന്ന നിയമവാഴ്ചയില്ലാത്തൊരു സംസ്ഥാനം UP. രാഹുൽ ഗാന്ധിക്ക് 6-ലധികം സഹോദരന്മാരെ അന്യായമായി വെടിവെച്ചു കൊന്ന ഒരു സംഭവ സ്ഥലത്തേക്ക് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന് കടന്നു ചെല്ലാനുള്ള അധികാരം പോലുമില്ലാതെ നിയമവാഴ്ചയെ ഇല്ലാതാക്കിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതിനെയാണ് വെൽഫെയർ പാർട്ടി അടക്കമുള്ള ജനപക്ഷ പ്രസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യത്ത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യം ഇപ്പോൾ ഒരുപക്ഷെ അദ്വാനിയുടെ അല്ലെങ്കിൽ വാജ്പേയിയുടെ കാലം തൊട്ടേ തന്നെ നമ്മുടെ രാജ്യത്തെ ജുഡീഷ്യറിയിൽ വളരെ കൃത്യമായി സംഘപരിവാർ ശക്തികൾ പിടിമുറുക്കിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് വളരെ കൃത്യമായി ഇത്തരം ഉദ്യോഗസ്ഥന്മാർക്ക് മുസ്ലിങ്ങളുടെ ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിവാദപരമായ വിധികൾ പുറപ്പെടുവിക്കാൻ കഴിയുന്നത്. നമുക്കറിയാം, സംഘപരിവാർ എങ്ങനെയാണ് ബാബരി മസ്ജിദിന്റെ വിധിയിലേക്ക് നമ്മുടെ രാജ്യത്തെ രൂപപ്പെടുത്തുന്നത്. നമുക്കറിയാം കൃത്യമായി 500 വർഷക്കാലം മുസ്ലിങ്ങൾ ആരാധന നടത്തിക്കൊണ്ടിരുന്ന ഒരു മസ്ജിദിനുള്ളിൽ 1949 ഹിന്ദു മഹാസഭയുടെ പ്രവർത്തകർ രാത്രിയുടെ മറവിൽ ബാബരി മസ്ജിദിന്റെ ഉള്ളിൽ വളരെ കൃത്യമായി രാമവിഗ്രഹം സ്ഥാപിച്ചുകൊണ്ടാണ് സംഘപരിവാർ ശക്തികൾ ബാബരി മസ്ജിദിൽ അതിൽ ആരാധനാലയമുണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കുന്നത്. ഒരുപക്ഷെ അതിനെക്കുറിച്ച് കൃത്യമായ ഉത്തരം കൊടുക്കേണ്ട അന്നത്തെ അവിടുത്തെ ജില്ലാ മജിസ്ട്രേറ്റ് ആയിട്ടുള്ള മലയാളിയായിട്ടുള്ള KK നായർ എന്ന് പറയുന്ന അവിടുത്തെ ജില്ലാ മജിസ്ട്രേറ്റ് ആ ബാബരി മസ്ജിദിൽ അന്യായമായി സ്ഥാപിക്കപ്പെട്ട ആ വിഗ്രഹം എടുത്ത് മാറ്റിക്കൊണ്ട് അവിടെ നിയമവാഴ്ച ഉറപ്പുവരുത്തേണ്ട ജില്ലാ മജിസ്ട്രേറ്റ് ചെയ്തതെന്താണ്? ആ ജില്ലാ മജിസ്ട്രേറ്റ് 1949 ബാബരി മസ്ജിദിന് കൂട്ടിടുകയും ആ ആരാധന നടത്താനുള്ള സ്വാതന്ത്ര്യത്തിൽ നിന്ന് മുസ്ലിങ്ങളെ തടയുകയുമാണ് യഥാർത്ഥത്തിൽ ചെയ്തത്.